രാഹുൽ അടുത്ത ഇലക്ഷന് മത്സരിക്കുന്നുണ്ടാവും? അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ കാര്യം തന്നെ ഞാൻ തമാശയായിട്ടാണ് മത്സരിക്കുന്നില്ല തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. രാഹുലിനെതിരെയുള്ള കുറ്റം, ഈ ആരോപണങ്ങൾ കൃത്യമായിട്ട് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു? അത് ഒരു ആരോപണമല്ലോ, പുകമറയല്ലേ. എന്താ വന്നേക്കുന്നത്? ഗവൺമെൻറ് ഇപ്പം എത്ര നാളായി അന്വേഷിക്കുന്നത്? എത്ര മാസമായി 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ട്? നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങളല്ലേ മാധ്യമക്കാർ, നിങ്ങൾ അന്വേഷിക്കുക. ഈ പുറത്തു വന്ന വോയിസ് ക്ലിപ്പുകളെ കുറിച്ചിട്ട് ഒക്കെ ഗവൺമെൻറ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പോലീസ് അന്വേഷിക്കട്ടെ. കൺവിൻസ്ഡ് അല്ല KPCC. നിജസ്ഥിതി അന്വേഷിക്കാൻ ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ലെറ്റ് ദം പ്രൂവ്, ലെറ്റ് ദം ഇൻവെസ്റ്റിഗേറ്റ്. പാലക്കാട്ടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC പ്രസിഡന്റിനോട് ചോദിച്ചിരിക്കുന്നത്, ആ ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ 2026 തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് മത്സരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പച്ചക്കൊടി. രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പച്ചക്കൊടി അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും എന്ന് തന്നെയാണ്. നമ്മൾ കുറെ കാലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു അനിശ്ചിതത്വം അവിടെ അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. കാരണം എന്ന് പറയുന്നത്, രാഹുലിനെതിരെ പാർട്ടി എടുത്തിരിക്കുന്ന നടപടി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി എടുത്തിരിക്കുന്ന അച്ചടക്ക നടപടി, ഈ അച്ചടക്ക നടപടി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോ ഈ 2026 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം അവിടെ ഇങ്ങനെ നിലനിൽക്കുകയായിരുന്നു. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി രാഹുലിനെതിരെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിൽ, ഈ അച്ചടക്ക നടപടിയിൽ, രാഹുലിനെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്ത ഈ നടപടിയിൽ പാർട്ടി അതേക്കുറിച്ച് ഒരു പുനർവിചിന്തനം ഇതുവരെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസിൽ KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് നൽകിയ അഭിമുഖത്തിൽ രാഹുലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ളതാണ്. അതിന് പാർട്ടി പ്രസിഡന്റ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നൽകിയ മറുപടി എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ അത് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. യെസ്, അത് തീരുമാനിച്ചിട്ടില്ല. 2026 ആരൊക്കെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. അതിനെ കുറിച്ചുള്ള ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. കാരണം ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പാർട്ടി നേരിടുന്ന വലിയൊരു തെരഞ്ഞെടുപ്പുണ്ട്. ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഈ ഡിസംബർ അവസാനത്തോടു കൂടി ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു ഘട്ടത്തില് ആ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളുമായിട്ടുള്ള സജ്ജീകരണങ്ങളുമായി, അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുമായി, അതിനുവേണ്ടിയുള്ള പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകുന്ന പാർട്ടി ഈ 2026 അത് കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ആരൊക്കെ മത്സരിക്കണം എന്നുള്ള കാര്യങ്ങളോ, എവിടെയൊക്കെ മത്സരിക്കണം എന്നുള്ള കാര്യങ്ങളിലോ, അതല്ലെങ്കിൽ കോൺഗ്രസ് UDF ആരൊക്കെ ഉണ്ടാകും, കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കും, ഘടകകക്ഷികളുടെ കാര്യങ്ങളോ, ഈ വക കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരുവിധ തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ആ തീരുമാനങ്ങളൊക്കെ പറയുന്നത് ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പാർട്ടിയുടെ വ്യക്തമായ ഉറച്ച തീരുമാനങ്ങൾ വരുന്നത്. അപ്പോ അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി പാലക്കാട് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിലൊന്നും തീരുമാനങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പൊ സണ്ണി ജോസഫ് തന്നെ പറയുന്നത്, ഞാൻ തന്നെ തീരുമാനിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യവും അതിനെക്കുറിച്ച് പോലും തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം സണ്ണി ജോസഫ് KPCCയുടെ പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ പേരാവൂരിൽ നിന്നുള്ള UDF കോൺഗ്രസിന്റെ MLA ആണ്. ആ സണ്ണി ജോസഫ് മത്സരിക്കുന്നതിനെ കുറിച്ച് പോലും ഇപ്പോഴും തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ 2026 തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കും, എവിടെയൊക്കെ മത്സരിക്കും, എത്ര സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും, UDF ഘടകകക്ഷികളായിട്ട് ആരൊക്കെ ഉണ്ടാവും, UDF ഘടകകക്ഷികൾക്ക് എത്ര സീറ്റുകൾ നൽകും എന്നുള്ള കാര്യങ്ങളിലൊന്നും ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല. കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ
ചില ചോദ്യങ്ങൾ ഈ രാഹുൽ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിന് ഞാൻ തന്നെ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല UDF-ൽ ആരൊക്കെയാണ് മത്സരിക്കുക, എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥിയാവുക എന്നുള്ള കാര്യങ്ങളിലൊന്നും തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിന്റെ ഫൈനൽ ഡിസിഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതും ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു തീരുമാനത്തിൽ എത്താത്തത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പോസിബിളുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ അടുത്ത ചോദ്യം രാഹുലിനെ കുറിച്ച് വീണ്ടും ഈ രാഹുലിനെ കുറിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത് വ്യക്തമാണ്, വസ്തുതാപരമാണെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി സണ്ണി ജോസഫ് നൽകുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് വെറും ആരോപണങ്ങൾ, പുകമറകൾ, വിവാദങ്ങൾ, കോലാഹലങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് രാഹുലിനെ മാത്രമല്ല ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അത് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസിനെയാണ്, പ്രസ്ഥാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് മുന്നണിയിൽ നിന്ന് ഒരു പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ അധിസ്ഥാനത്തായിരിക്കുന്ന ഒരാൾക്ക് നേരെ തന്നെ ഇത്തരത്തിലൊരു മുഖമറ സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടിയെ അപകടപ്പെടുത്തുവാനുള്ള നീക്കങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് സണ്ണി ജോസഫ്. അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ്. ഇത് മുഖമറയാണ് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം വരികയാണ്. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ, പരാതികൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൽ പരാതിക്കാരെ ഇതുവരെ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ആർക്കും തന്നെ സാധിച്ചില്ല. ഇവിടെ പരാതിക്കാരി എന്ന് പറയുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ കേട്ടുകൊണ്ട് ചെന്ന് പരാതി നൽകിയ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത വെറും മൂന്നാം കക്ഷികളായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇതിലെ പരാതിക്കാരെന്ന് പറയുന്നത്. അങ്ങനെ ഈ അടുത്ത ചോദ്യം വന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ പുകമറയാണ്, അത് വെറും കോലാഹലങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരോപണങ്ങളെല്ലാം KPCC പ്രസിഡന്റ് തള്ളിക്കളയുമ്പോ അടുത്ത ചോദ്യം വന്നത് എന്ന് വെച്ചാല് ഈ പറയുന്ന ഈ ഓഡിയോ രാഹുലിന്റേതല്ല എന്ന് രാഹുൽ നിഷേധിച്ചിട്ടില്ല. ഇത് രാഹുലിന്റേതല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ പൊതുസമൂഹത്തിൽ ഇതില് നിർമ്മിത ഓഡിയോ ക്ലിപ്പുകളാണ് എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ഉണ്ടാക്കിയവരെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ കുറിച്ച്, ഈ പുകമറകളെ കുറിച്ച്, ഈ വിവാദങ്ങളെ കുറിച്ച്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കുറിച്ച്, അതിന്റെ ഗൂഢാലോചനകളെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഓഡിയോ രാഹുലാണെങ്കിൽ നിഷേധിച്ചിട്ടുമില്ല. അത് എന്തുകൊണ്ടാണ് നിഷേധിക്കാത്തത്? ആ ഓഡിയോ ക്ലിപ്പുകൾ, ഈ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളെ കുറിച്ച് KPCCയുടെ പ്രസിഡന്റിന്, പാർട്ടി അധ്യക്ഷൻ എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോ സണ്ണി ജോസഫിന്റെ ആൻസർ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിരുന്നു. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരാളോ അതല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെ വന്ന് പറയുകയാണ് ഇത് എന്റെ ഓഡിയോ ക്ലിപ്പുകളല്ല, ഇത് നിർബന്ധമാണ്, ഇത് വ്യാജമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ അതിനെ അംഗീകരിക്കുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആരും അതിനെ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല ഇതൊക്കെ ന്യായീകരണമാണ്, ഇതിനൊക്കെ ന്യായീകരിച്ച് മെഴുകുകയാണ് എന്ന രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുവാനാണ് ഇവരൊക്കെ നിൽക്കുക. എന്തിന് മാധ്യമങ്ങൾ വരെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഈ ആരോപണങ്ങൾ ഉയർന്നതിന്റെ തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന പാലക്കാട് നിന്നുകൊണ്ട് ആദ്യം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. ആ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അവരാരും എന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്, നല്ല സുഹൃത്തുക്കൾ മാത്രമാണ്, അതിനപ്പുറം ഇവരാരും എന്നെ കുറിച്ച് പറഞ്ഞില്ല, എന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ മാധ്യമങ്ങളൊക്കെ വീണ്ടും രാഹുലിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ന്യായീകരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു വാർത്താ സമ്മേളനം രാഹുൽ വിളിച്ചു. ആ വാർത്താ സമ്മേളനത്തില് ഈ പറയുന്ന ട്രാൻസ്ഫോമൺ ആയിട്ടുള്ള അവന്തിക ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുലിനെ വിളിച്ചുകൊണ്ട് രാഹുൽ ചേട്ടാ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്കെതിരെ വലിയ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, നിങ്ങളെ കൊടുക്കുവാനുള്ള കളികൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വിട്ടപ്പോഴും വീണ്ടും ഈ മാധ്യമങ്ങൾ എന്താ പറഞ്ഞത്? രാഹുൽ എല്ലാത്തിനെയും പ്രതിരോധിക്കുകയാണ്, രാഹുൽ ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെ നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിഷേധിച്ചാലും നിങ്ങളെല്ലാവരും എന്താ പറയുക?
രാഹുൽ മാങ്കൂട്ടം ഇതിനെയൊക്കെ പ്രതിരോധിക്കുകയാണ്, ന്യായീകരിക്കുകയാണ്. പാർട്ടിയുടെ ഉന്നതപ്പെട്ട അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും പറയും നിങ്ങൾ അവരൊക്കെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രാഹുലിനെ പ്രതിരോധിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങളിൽ പൊതുവെ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സ്വയം തന്നെ ഈ പറയുന്നത് ഇത് എന്റേതല്ല എന്ന് പറയാത്തത്. കാരണം ഇത് ഏത് രീതിയിലെന്ന് ചോദിച്ചാല് ഇപ്പൊ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവിടെ വടകരയില് ഷാഫി പറമ്പിൽ വിജയിക്കുകയും ഇവരുടെ കെ ശൈലജ ടീച്ചർ തോറ്റു തുന്നം മാറുകയും 8 നിലയിൽ പൊട്ടുകയും ചെയ്തിട്ടും ഈ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടും ആ ഇലക്ഷൻ കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും സഖാക്കളും ഈ പറയുന്ന പാർട്ടിയും ഈ പറയുന്ന LDFകാരും ഈ പറയുന്ന അന്തംഗമികളും ഈ പറയുന്ന അടിമകളും ഒക്കെ വിശ്വസിക്കുന്നത് എന്താണ്? ഇവരൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത് വടകരയിലെ സിറ്റിംഗ് MP ഈ പറയുന്ന ശൈലജയാണ്. പക്ഷെ സിറ്റിംഗ് MP ശൈലജയാണ് മാത്രമല്ല ആ സിറ്റിംഗ് MPക്ക് പ്രത്യേക കൺസിഡറേഷൻ ഉണ്ട്. സിറ്റിംഗ് MPക്ക് പാർലമെന്റിൽ സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. അവര് MLA ആയിട്ട് മട്ടന്നൂരിൽ തുടരാം. ഒരേ സമയത്ത് മട്ടന്നൂരിലെ MLAയും വടകരയിലെ MP യുമാണ് ഈ പറയുന്ന കെ ശൈലജ. മാത്രമല്ല അവർക്ക് പാർലമെന്റിൽ പോവേണ്ട, അവർക്ക് കൺസിഡറേഷൻ ഉണ്ട്. അവർക്ക് മട്ടന്നൂരിൽ MLA ആയി തുടർന്നുകൊണ്ട് MP ആയിട്ട് തുടരാം എന്നൊക്കെ പറഞ്ഞുള്ള മുടന്തൻ ന്യായങ്ങളും വാദങ്ങളും ഉയർത്തിക്കൊണ്ട് ഇപ്പോഴും ഷാഫി പറമ്പിലിനോട് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്ന ആ തോൽവിയെ അംഗീകരിക്കാത്ത ഇവര് ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടം വന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോ കോൺഗ്രസും ഈ രാഹുൽ മാങ്കൂട്ടവും അടങ്ങുന്ന ആളുകൾ എന്താണ് കരുതുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പുകളൊക്കെ പോലീസ് എടുക്കണമല്ലോ, ഡിജിറ്റൽ തെളിവുകൾ എടുക്കണം. എന്നിട്ട് ഡിജിറ്റൽ തെളിവുകളാകുമ്പോൾ അത് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ എന്ത് വേണം? അത് രാഹുലിൻ്റെതാണെന്ന് ശാസ്ത്രീയ പരിശോധന നടത്തി ആ റിപ്പോർട്ട് അടക്കം കൊണ്ടുപോയി തെളിയിക്കണം. അങ്ങനെ തെളിയിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. അപ്പോ അങ്ങനെ പോലീസ് അത് ചെയ്യട്ടെ എന്നാണ് ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വം നോക്കി നിൽക്കുന്നത്. കാരണം ഇത് ശാസ്ത്രീയ പരിശോധന അയച്ചാൽ ഇത് രാഹുലിൻ്റെതല്ല എന്നുള്ള കാര്യം വ്യക്തമാകും. അങ്ങനെ വ്യക്തമായി കഴിഞ്ഞാൽ പോലീസിന് തന്നെ പറയേണ്ടി വരും, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെ പറയേണ്ടി വരും ഈ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോകൾ അത്രയും വ്യാജമാണ് എന്ന്. അങ്ങനെ പറയുമ്പോ ഈ പറയുന്ന രാഹുലിനും കോൺഗ്രസിനും കൈ നനയാതെ മീൻ പിടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പോലീസ് പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ വേറൊരു അപ്പീലില്ല. കോടതി അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മേലെ വേറൊരു സംസാരമില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തില് ഈ കാര്യങ്ങള് വളരെ വ്യക്തമായിട്ട് പോലീസ് തന്നെ പറയേണ്ടി വന്നു കഴിഞ്ഞാല് അത് പിന്നെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ചർച്ചകളില്ല. അപ്പൊ രാഹുലിനും കോൺഗ്രസിനും എന്ത് പറയാം? നിങ്ങളുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ പോലീസ് തന്നെ അന്വേഷിച്ചിട്ട് ഇത് രാഹുലിന്റേതാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത അവസരത്തില് ഈ പറയുന്നതൊക്കെ കള്ളക്കളികളായിരുന്നു, ഇത് വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്, രാഹുലിനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ളത് കോൺഗ്രസിന് നിഷ്പ്രയാസം അത് ബോധ്യപ്പെടുത്താൻ കഴിയും. കാരണം ഇത് രാഹുലിൻ്റെതല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ പ്രതിരോധിക്കുവാനും രാഹുലിനെ ന്യായീകരിക്കുവാനും രാഹുലിന്റെ ന്യായത്തിന് വേണ്ടി വാദിക്കുവാനും സമയം കളയാതെ ഇത് പോലീസ് കണ്ടെത്തി ഇത് രാഹുലിൻ്റെതല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തട്ടെ എന്ന് തന്നെയാണ് കോൺഗ്രസും ആലോചിക്കുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ബെനിഫിറ്റുമായിരിക്കും, ഒരു എക്സ്ട്രാ പോയിന്റ് ലഭിക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ വന്നിട്ട് ഇത് എന്റേതല്ല എന്ന് പറയുന്നതിലും നല്ലത് ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയ മറ്റു വ്യക്തികൾ അവർ വന്നിട്ട് അത് എന്റേതല്ല എന്ന് പറയുമ്പോഴുണ്ടാവുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അത് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതിനുവേണ്ടി തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസ് ആണെങ്കിലും ഈ പറയുന്ന UDF നേതാക്കളാണെങ്കിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ പോലും വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം തന്നെയാണ് ഈ പറയുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ. എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫ് എല്ലാ അർത്ഥത്തിലും പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്.